നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മൂന്നാം സീറ്റ് വിവാദത്തിൽപ്പെട്ട് ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ്. ലീഗിന് മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് കൊടുത്തു, പകരം രാജ്യസഭാ സീറ്റ് നൽകാം എന്നുള്ള ഒരു ധാരണയിലെത്തി. കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ആ ധാരണയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. അത് വീണ്ടും ഒരു സീറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ, ലീഗിനൊരു സീറ്റ് കൂടി കൊടുത്താൽ രാജ്യസഭയിൽ ആകെയുള്ള കേരളത്തിലുള്ള 9 അംഗങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം 1 മാത്രവും ലീഗിന് 2 എന്ന നിലവരും. ഇതടക്കമുള്ള വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ലീഗിനെ അനുനയിപ്പിക്കുക? ഇനി സീറ്റ് ലീഗിനുള്ളിൽ തന്നെ വെച്ചുമാറ്റം വേണം എന്നുള്ള ആവശ്യം ഉയരുന്നു. വീണ്ടും ലോക്സഭാ സീറ്റ് എന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്നു. എന്തായാലും ആകെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ലീഗിൻ്റെ മൂന്നാം സീറ്റ് കൊണ്ട് കോൺഗ്രസ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായിരുന്നത് വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ലീഗിന് ഒരു മൂന്നാം സീറ്റ് നൽകൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? രാജ്യസഭയാണ് നൽകുന്നതെങ്കിൽ ഇനി കോൺഗ്രസിന് ഈ ജൂലൈ 1-നാണ് പുതിയ രാജ്യസഭ ഒഴിവ് വരുന്നത്. അവിടെ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ലഭിക്കുക. അങ്ങനെ വന്നാൽ അത് ലീഗിന് പോയാൽ ലീഗിന് 2 രാജ്യസഭ എംപിമാർ, കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് 1 എന്നുള്ള അവസ്ഥയടക്കം വരും. അങ്ങനെ പലമാതിരി പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കോൺഗ്രസ്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? നമസ്കാരം സാർ. നമസ്കാരം. അതൊന്നുമല്ല സാർ പ്രശ്നം. പറഞ്ഞോളൂ. പ്രശ്നം കോൺഗ്രസ് ലീഗിന് 3 സീറ്റൊക്കെ കൊടുക്കും. പക്ഷെ കോൺഗ്രസിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് വിടൂല. അത് ഒരു സീറ്റ് കൊടുത്താലും വിടൂല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് വിട്ടു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്ത് ചേക്കേറിയാൽ ഇടതുപക്ഷത്തു നിന്ന് ഒരു വിഭാഗം BJP-യിലേക്ക് പോകും. അതുപോലെ തന്നെ കോൺഗ്രസ് നിന്ന് ഒരു വിഭാഗം BJP-യിലേക്ക് പോകും. ഇത് നന്നായിട്ട് അറിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. അവരൊരു കാരണവശാലും ഇടതുപക്ഷത്ത് പോവില്ല. കാരണം അവർ ഇടതുപക്ഷത്ത് പോയാൽ ഇടതുപക്ഷത്തിന്റെ കഥയും കഴിയും, കോൺഗ്രസിന്റെ കഥയും കഴിയും. അപ്പം BJP ഇവിടെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരും. അത് വരാതിരിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തമാണ്. മുസ്ലിം ലീഗ് മുസ്ലിം സംഘടനകളിലും ഈ അണികളോട് സമാധാനം പറയേണ്ടി വരും. ഈ BJP വരാതിരിക്കാൻ ലീഗിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം കോൺഗ്രസിനും CPM-നും ഒന്നുമില്ലേ? കോൺഗ്രസിനും CPM-നും ഇല്ലാത്ത കോൺഗ്രസ് അവരെ കൊണ്ട് തടുക്കാനാവില്ല. ഇവർ പരമാവധി തടുക്കാനുള്ള ശ്രമം ഇവർ നടക്കും. മറ്റവർ അവസരത്തിലൊത്ത് വോട്ട് ചോദിക്കില്ല, തിരിച്ചു മറച്ചു. ഇപ്പൊ ഇവിടെ INDA ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തിനാ സാർ 2 മത്സരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെലവുണ്ടാക്കുമല്ലോ. ഇവർ 10 സീറ്റിൽ മത്സരിച്ചാൽ പോരെ? എന്തിനാ ഇവർ 2 മത്സരിക്കുന്ന? വെറുതെ അങ്ങനെ മത്സരിച്ചാൽ BJP മത്സരിക്കാതിരിക്കോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി അതിന്റെ നേട്ടം ഉണ്ടാവുക BJP-ക്കാവില്ലേ? BJP-ക്ക് ഉണ്ടാവോ ഇല്ലയോ എന്നല്ല സാർ. ജനാധിപത്യ പ്രക്രിയയിൽ ഇവർ രണ്ടാളും ബദ്ധശത്രുക്കളായിട്ട് ഇവർ മത്സരിക്കപ്പെടുന്നു. അവിടെ പോയിട്ട് ഒന്ന് ചേരും. അപ്പൊ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നല്ല സാർ. അതെങ്ങനെയാണ് ജനങ്ങളെ, ശ്രീ ബാലകൃഷ്ണൻ, അത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? കേരളത്തിലും ഇന്ത്യയിലും എത്രയോ സ്ഥലത്ത് MPമാർ ഇതിനു മുമ്പും 2004 എങ്ങനെയായിരുന്നു? 2004 ഇടതുമുന്നണിയും വലതുമുന്നണിയും മത്സരിച്ചിട്ട് ഒരുമിച്ച് പോയി UPA സർക്കാരിന്റെ ഭാഗമായില്ലേ? അങ്ങനെയൊക്കെ എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമല്ലേ? അല്ല സാർ, സാർ അങ്ങനെ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ കേരളത്തിൽ? ജനാധിപത്യ വിരുദ്ധമല്ല, അതല്ലേ ജനാധിപത്യം, അതല്ലേ മനോഹരമായ ജനാധിപത്യം. അതെങ്ങനെയാ സാർ അതാവുക? കേരളത്തിലെ ജനങ്ങളോട് കോൺഗ്രസ് സംസാരിച്ചതാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ശ്രദ്ധിക്കൂ, ഇന്ത്യയിൽ പല പരസ്പരം മത്സരിച്ച പാർട്ടികൾ, ഈ പാർട്ടികളെല്ലാം ചേർന്ന് ഇന്ത്യയിൽ മുന്നണി ഉണ്ടാക്കി ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അവർ ഉണ്ടാക്കി സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യയിൽ ഒരു പുതുമയുള്ള കാര്യമല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ ആശയമാണുള്ളത്. അവർക്ക് പൊതുശത്രുവിനെതിരെ പലപ്പോഴും ഒന്നിക്കില്ലേ? അതല്ലേ പല രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ. ഏതാണ് സാർ പൊതുശത്രു? ഏത് കാരണത്തിലാണ് സാർ പൊതുശത്രു? അത് വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടുണ്ട്, CPM-കാരായാലും പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത്, കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട ശത്രു BJP ആണ്. BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പരസ്പരം യോജിക്കാൻ തയ്യാറാണെന്നത് പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഒരു രഹസ്യമല്ലല്ലോ. റൈറ്റ്. അത് കേരളത്തിൽ ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ജനങ്ങളോട് പറഞ്ഞോട്ടെ. അത് കമ്മിറ്റ്മെന്റ്. റൈറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് മത്സരിച്ചാൽ പോരെന്നാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണല്ലോ മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടല്ലേ മത്സരിക്കുന്നത്? ഒരിക്കലുമല്ല. അതെന്താണ് താങ്കൾ ഇതുവരെ പത്രങ്ങളും ചാനലുകളും ഒന്നും കാണാറില്ല? ഇവരെല്ലാവരും പരസ്യമായി എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. ദേശീയ തലത്തിൽ ഒരുമിച്ച്, തമിഴ്നാട്ടിലടക്കം കോൺഗ്രസും CPM-ഉം ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഒരുമിച്ചാണ് മത്സരിച്ചത്. കേരളത്തിൽ പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. അത് സാമാന്യം രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും, ഈ രാഷ്ട്രീയത്തോട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ പാർട്ടികളോടോ താല്പര്യമില്ലാത്ത സാധാരണ മനുഷ്യർക്കെല്ലാം മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരവിടെ പരസ്പരം മത്സരിക്കുന്നത്, ഇവിടെ ഒരുമിച്ച് മത്സരിക്കുന്നതല്ല. അതത് സ്റ്റേറ്റിലെ അധികാരം നിലനിർത്തുവാൻ. അല്ലാതെ ഇപ്പം ജസ്റ്റ് CPI-യുടെ ബഹുമാന്യ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താണെന്നറിയാം? അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഞങ്ങൾ
ദേശീയ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് ആനിരാജനെ. അപ്പൊ ഇത് ആരെ വിഡ്ഢികളാക്കാനാണ്? ഇതാരെ വിഡ്ഢിയാക്കാനല്ല ശ്രീ ബാലകൃഷ്ണൻ. അത് താങ്കൾക്ക് ഇപ്പോൾ ഒരു പുതിയ കാര്യമല്ലോ. കേരളത്തിൽ എത്രയോ തവണ മത്സരിച്ചിട്ടുള്ള അവർ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചും BJP-യെ ഒഴിവാക്കാൻ വേണ്ടി, ദേശീയ തലത്തിൽ BJP ഒഴിവാക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കും. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുന്നത്. അവർ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്നില്ലല്ലോ. കേരളത്തിലെ ഭരണം കിട്ടുന്നത് കൊണ്ട് അത് ഭരണം കസേര കൈകാര്യം ചെയ്യാന്നുള്ളത് കൊണ്ട് കേരളത്തിൽ BJP പ്രധാനപ്പെട്ട പാർട്ടി ആയിരുന്നെങ്കിൽ അത്തരത്തിൽ അവർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലല്ലേ മാറി നിൽക്കുന്നത്. മാറി നിൽക്കുന്നതിൽ കോൺഗ്രസിനോട്. ശരി, ഓക്കെ. താങ്കൾക്ക് ഇത്രയും നേരം പറഞ്ഞതിൽ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് മനസ്സിലാവില്ല സാർ, എനിക്ക് ജനാധിപത്യം മനസ്സിലാവും. ശരി, താങ്കൾ അത് മനസ്സിലാവേണ്ട ആ തരത്തിലെങ്കിൽ പോട്ടെ. താങ്കളുടെ സ്വാതന്ത്ര്യമാണ്, അത് മനസ്സിലാവുകയോ മനസ്സിലാവാതിരിക്കുകയോ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ലീഗിന് 3-ാം സീറ്റ് നൽകുന്നത് കോൺഗ്രസിനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണോ കൊണ്ട് ചാടിക്കുന്നത്? പ്രതിസന്ധി തന്നെ സാറേ. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പിന്നെ BJP-ക്കും പിന്നെ ലീഗിനും ഹലോ പറഞ്ഞോളൂ. BJP പിന്നെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തില്ല. മുസ്ലിം ലീഗ് ആണെങ്കിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തില്ല. കാരണം AP ഉണ്ണികൃഷ്ണൻ അതേപത്തെ പോയ ആളുകളെ MLA-യോ MP ആക്കാൻ ലീഗ് തയ്യാറാകുന്നില്ലല്ലോ. ഉണ്ണികൃഷ്ണനെ മത്സരിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ. ഓക്കെ, ശരി. വയനാട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയ ആളാണ്. അദ്ദേഹത്തെ പോലും അല്ലെങ്കിൽ KP രാമൻ ഇപ്പൊ നിലവിൽ കോഴിക്കോടുള്ള ഒരാളുണ്ട്. അവരെ നിർത്തുന്നില്ല. കോൺഗ്രസ് അത്തരം കാര്യങ്ങൾക്ക് എന്താക്കണം? ജയിപ്പിച്ചിട്ടുണ്ട്. എന്തോ പണ്ട് UC രാമൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പിന്നെ ഒറ്റ കാര്യം നിർത്തി. അതേപോലെ തന്നെയാണ് BJP-യും. കോൺഗ്രസ് അതുകൊണ്ട് എന്താക്കണം? ഇത്തരം സ്ഥാനാർത്ഥികളെ നിർത്താൻ ലീഗ് മതേതര പാർട്ടിയാണെങ്കിൽ ലീഗ് പറഞ്ഞ ഞങ്ങൾ മതേതര പാർട്ടിയാണ്, അങ്ങനെയാണ് ഇവരെ നിർത്തണ്ടേ. അതാണ് എന്റെ. ശരി, ലീഗ് എന്തുകൊണ്ട് മറ്റ് മതത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥികളാക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. ഗൗരവമുള്ള ചോദ്യം തന്നെയാണ്. മറ്റു പ്രേക്ഷകരുടെ തൊടുപുഴയിൽ നിന്നും ജോയിയാണ്. ശ്രീ ജോയി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴും UDF-ന് മുന്നിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് മുന്നിൽ എന്ന് തന്നെ പറയാം, ഒരു കീറാമുട്ടിയായി നിൽക്കുകയാണ്. ലീഗിന്റെ ഈ 3-ാം ഒരു സീറ്റ് കൂടി വേണം. അത് രാജ്യസഭ വേണോ ലോക്സഭ വേണോ? രാജ്യസഭയിലായാലും എങ്ങനെ, ലോക്സഭയിലായാലും എങ്ങനെ, അങ്ങനെ വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊക്കെ കീറാമുട്ടി ആക്കി മാറ്റുന്നതല്ലേ? വല്ല ആവശ്യമുണ്ടോ? അവരുമായിട്ട് ഇതിനു മുമ്പേ ഒരു രഹസ്യമായിട്ടോ അല്ലെങ്കിൽ അതിനൊരു ചർച്ചയൊക്കെ നടത്തി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ച് കൊടുക്കാനാണെങ്കിൽ കൊടുക്കുക, കൊടുക്കില്ലെങ്കിൽ കൊടുക്കില്ല എന്ന് പറയുക. ഇത് വെറുതെ ഈ CPM-ന് ചൊറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടോ? എന്തെങ്കിലും കാര്യം ഈ പാർട്ടിക്കുണ്ടോ സത്യത്തില്? ഇവര് എല്ലാരും എന്നും കാണുന്നവരും എന്നും സംസാരിക്കുന്നവരല്ലേ? ഇവർക്ക് കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള അവസരം കൊടുക്കാതെ അവർക്ക് 3 സീറ്റ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ടേ? എന്തായാലും ഇവര് UDF എന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇവര് തമ്മിൽ തർക്കിക്കുന്നത്? തർക്കിക്കാണ്ട് അത് കൊടുത്തൂടെ? ഇപ്പൊ ഇവരുടെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് CPM ആവുന്നത്. CPM പറഞ്ഞ എങ്ങനെയെങ്കിലും ഇവരെ അങ്ങോട്ട് നീക്കാനോ CPM നോക്കണേ. ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി എന്നാണ് പിണറായിയോട് എനിക്ക് പറയാനുള്ളത്. പിണറായി ഇന്ന് മറ്റേ ഭിന്നശേഷിക്കാരുടെ ഒരു സംഭവമൊക്കെ നടത്തിയിട്ടുണ്ട്. പുള്ളി എന്തോ വാഗ്ദാനമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും ആ വിഷയത്തിലല്ല തൽക്കാലം ചർച്ച നടക്കുന്നത്. ആ ബസിന്റെ പടി ഇറങ്ങാൻ പറ്റാത്തവൻ എവിടെ പോയിട്ടാ ഭിന്നശേഷിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണേ? താങ്കൾ ആ തരത്തില് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ താങ്കളുടെ ഈ വിഷയത്തിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. മറ്റു വിഷയത്തിലാണ് ആ വിഷയത്തിൽ അഭിപ്രായം തൽക്കാലം സ്വീകരിക്കാൻ നിർവാഹമില്ല. നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. കണ്ണൂരിൽ നിന്നും ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? ലീഗിന് ന്യായമായിട്ടും ഈ കോൺഗ്രസ്സുകാര് ഒരു സീറ്റ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇനിയിപ്പോ രാജ്യസഭയിലേക്ക് ലീഗിന് കൊടുത്തു കഴിഞ്ഞാല് അണികൾ അംഗീകരിക്കുകയില്ല. കേരളം നിങ്ങൾ നോക്കി, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്, ഈ കോൺഗ്രസിന്റെ. ഇപ്പൊ UP-യിൽ അഖിലേഷ് യാദവർക്ക് പോയി കാല് കൊടുത്ത് 17 കിട്ടി. മുഹമ്മദ് ഏതാണ് 4 കൊടുക്കാന്ന് പറഞ്ഞു. 3 മുഹമ്മദയുടെ അവിടെ ഇല്ല കേട്ടോ. ഇതുവരെയുള്ള രീതി അനുസരിച്ച് മുഹമ്മദയുടെ അവിടെ ഇല്ല, ബംഗാളിലില്ല. അല്ല, മമത പറഞ്ഞു 4 കൊടുക്കാന്ന്. ഇവർ സമ്മതിക്കായിട്ടാ മമത 4 കൊടുക്കാന്ന് പറഞ്ഞല്ലോ നേരത്തെ. അതല്ല, അത് കഴിഞ്ഞ് വെള്ളം ഒരുപാട് ഒഴുകി പോയല്ലോ. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നത് ഒരു സീറ്റ് ന്യായമായിട്ടും കൊടുക്കും, അല്ലെങ്കിൽ ഈ അണികൾ മൊത്തം തെറ്റിപ്പിരിഞ്ഞു പോകും. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഇനി ഏതെങ്കിലും കാരണവശാൽ BJP കേരളത്തിൽ അധികാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ UDF LDF ഒന്നാ സംശയം വേണ്ടായില്ലേ? അതിന് സംശയം വേണേ. ശരി
നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. കുട്ടനാട് നിന്നും ഷാജിയാണ്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ലീഗിന് ഒരു 3ാം സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായതാണ്. പക്ഷേ ഇപ്പോൾ അത് ആകെ വീണ്ടും പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. രാജ്യസഭ കൊടുക്കുമോ അതോ ലോക്സഭ വേണോ? ആകെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കോൺഗ്രസ്. പലതരത്തിലാണ് കോൺഗ്രസിന്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലെ സാമുദായിക സമവാക്യങ്ങൾ തെറ്റുന്നു. സിറ്റിംഗ് എം പിയെ മാറ്റേണ്ടി വരുമോ? വീണ്ടും രാജ്യസഭ നൽകിയാൽ രാജ്യസഭയിൽ ലീഗിന് 2, കോൺഗ്രസിന് 1 എന്നുള്ള അവസ്ഥ വരും. അങ്ങനെ പല പ്രതിസന്ധികളുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ശ്രീ ഷാജി പറയാം. പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോയ കോൺഗ്രസിന് വളരെ ക്ഷീണമുണ്ട്. ലീഗിനെ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ ഷാജി. ലീഗിനെ പിണക്കിക്കൊണ്ട് പോയാൽ കോൺഗ്രസിന് വളരെ പ്രതിസന്ധി ഉണ്ടാകും. കണ്ണൂര്, അതുപോലെ തന്നെ വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ കോൺഗ്രസിന് ഒറ്റ MLA-മാരെ പോലും കിട്ടാൻ സാധിക്കും. അതുപോലെ നിർണായക ശക്തിയായിട്ട് ലീഗ് വടക്കൻ മലബാറിൽ അധിവസിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന പല MLA സ്ഥാനങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉചിതമായ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ അംഗബലം വളരെ ഗണ്യമായി കുറയും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, മറ്റു പ്രശ്നമുണ്ട്. വയലാറിൽ നിന്നും ശശിധരനാണ്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് പറയാം. ആദ്യം പറയാനുള്ളത്, ബാലകൃഷ്ണൻ വടകരയ്ക്ക് നിങ്ങൾ എത്ര 7 മിനിറ്റ് കൊടുത്തു? ആകെ ഇത് 25 മിനിറ്റേ ഉള്ളൂ, പരസ്യം ഉൾപ്പെടെ. അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അതിനൊരു മറുപടി പറയണമല്ലോ. പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം 8-10 മിനിറ്റ് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള അവസരം അങ്ങനെ ഒരുപാട് പേർക്കൊന്നും കൊടുക്കാറില്ല. ചിലപ്പോൾ ചില ഘട്ടത്തിലൊക്കെ ഒരാൾക്ക് കൊടുക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഈ കാര്യത്തില് ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞില്ല അങ്കലാപ്പിലാണ്. ആരാന്നറിയോ? CPM ആണ്. കാരണം ഇവരെങ്ങാൻ ഒന്നിച്ചു പോകുമോ എന്നുള്ള ഒറ്റ അങ്കലാപ്പിലാണ് അവരിവിടെ ജീവിക്കുന്നത്. നാളത്തെ കൊണ്ട് അത് തീരും. ഇന്നലെ തന്നെ അവർ ധാരണയിലെത്തിയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ നാളത്തെ പൊതുഗതി ഞാൻ നിങ്ങളോട് ചോദിക്കാം, ശരിയാണോ ഇല്ലെന്ന്. നമുക്കറിയില്ല എന്തായാലും. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതാണ് രാജ്യസഭ കൊടുത്തു തീരുമെന്നാണ് പറയുന്നത്? അതിന്റെ തെളിവാണ് ലീഗിന്റെ നേതാക്കൾ പുറത്തോട്ട് വന്നത്. ചർച്ച തൃപ്തികരമായിരുന്നു. നാളെ ഞങ്ങൾ തീരുമാനം തങ്ങള് പ്രഖ്യാപിച്ചാൽ അതിനപ്പുറം ആരും ഒന്നും. ശരി, സംഭവിച്ചു. അപ്പോൾ താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ലീഗിന് രാജ്യസഭാ സീറ്റാണോ ലോക്സഭാ സീറ്റാണോ? രാജ്യസഭാ സീറ്റാണ് ഒരെണ്ണം കൊടുക്കുന്നത്. അപ്പോൾ രാജ്യസഭാ സീറ്റ് കൊടുക്കുമ്പോൾ എന്റെ ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഈ രാജ്യസഭയിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന് ഒരു MP ആണുള്ളത്. ലീഗിന് ഒന്നുകൂടി കൊടുത്താൽ ലീഗിന് 2, കോൺഗ്രസിന് 1 എന്ന അവസ്ഥയാവും. എല്ലാം തികഞ്ഞ് മുന്നോട്ട് പോകാനും നോക്കത്തില്ല. പിന്നെ ഉത്തരത്തിരിക്കുന്ന എടുക്കാൻ വേണം, ഘട്ടത്തിരിക്കണം പോവുകയും ചെയ്തു. ശരിയാണ് താങ്കൾ. അത് ആ തരത്തിൽ നിന്നാൽ അങ്ങനെ ചില വിട്ടുവീഴ്ചകൾ കൂടി വേണ്ടി വരും. ചെയ്യേണ്ടി വരും വന്നേ തീരൂ. ഓക്കെ, നാളെ നമുക്ക് കാണാം. ശരി, പ്രായോഗികമായി ഇത്തരം ചില വിട്ടുവീഴ്ചകൾ ചില ഘട്ടത്തിലൊക്കെ പാർട്ടികൾക്ക് എടുക്കേണ്ടി വരും. ശാന്തകുമാരിയാണ് എനിക്ക് ചേരുന്നത്. ശ്രീ ശാന്തകുമാരി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മലപ്പുറം ജില്ല മഞ്ചേരിയാണ്. മഞ്ചേരിയിലാണോ വീട്? മഞ്ചേരി നറുകര. ഇപ്പൊ വരുന്ന പറയില്ല. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ഇലക്ഷന് വരുമ്പോഴേ, ഹലോ, പറഞ്ഞോളൂ. 2 മനുഷ്യരുടെ അധികാര ദുർമോഹം കാരണം 2 രാഷ്ട്രമായി തിരിഞ്ഞു. നെഹ്റു എഴുത്തുകാർ പ്രതികരിക്കുന്നില്ല. COVID-19 കൊടുത്തിരുന്നില്ല മനോരമയില്. അപ്പൊ ഭരണഘടന പൊളിച്ചെഴുതാൻ മതേതര രാഷ്ട്രം ഒരു ഇന്ത്യ അല്ലേ പറയുന്നത്? പിണറായി വിജയനെ കൊണ്ട് മുഖ്യമന്ത്രി. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നുണ്ടല്ലോ. ശരി, മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 3ാം സീറ്റ് വിവാദം കോൺഗ്രസിനെയാണോ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ കണ്ടിട്ട്, അതായത് ആ കോൺഗ്രസിന്റെ അവസ്ഥ കണ്ടിട്ടാണ് ലീഗ് ഇങ്ങനെ ചോദിക്കുന്നത്. കോൺഗ്രസ് സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കലും ലീഗൊന്നും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരിക്കലും ലീഗിന് അങ്ങനെ 3ാം സീറ്റ് ഒന്നും കൊടുക്കരുതെന്ന് തന്നെ എന്റെ അഭിപ്രായം. കാരണം ഒരു മതസംഘടനയാണ് ലീഗ്, മതേതരത്വം. ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ നിയമസഭയിൽ ആകെ കോൺഗ്രസിന് 21 MLA-മാരുള്ളപ്പോൾ ലീഗിന് 15 MLA-മാരുണ്ട്. ലീഗിന് കിട്ടാൻ കാരണം കോൺഗ്രസ് ഒപ്പം നിന്നതുകൊണ്ടല്ലേ ലീഗിന് കിട്ടണത്. അല്ലെങ്കിൽ കോൺഗ്രസിന് ശക്തി കേന്ദ്രങ്ങളിലൊന്നും ജയിച്ചില്ല. ലീഗ് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ജയിച്ചു. അല്ല, അപ്പൊ രണ്ടുപേർക്കും നഷ്ടം ഉണ്ടാവും. ലീഗ് അങ്ങ് തലയിൽ കയറിയിട്ട് കാര്യമില്ല. ലീഗിന് നഷ്ടം വരും. കോൺഗ്രസ് ഇല്ലെങ്കിൽ ഈ ലീഗിനെ വളർത്തിക്കൊണ്ടത് കോൺഗ്രസ് തന്നെ. അപ്പൊ കോൺഗ്രസ് ഇല്ലെങ്കിൽ ലീഗിനും നഷ്ടം തന്നെയാണ് വരിക. അവർക്ക് ഭരണത്തിൽ ഇരിക്കാതിരിക്കട്ടെ, അവര് ഇപ്പൊ ഭരണത്തിൽ ഇരിക്കാതെ തന്നെ അവർക്ക് എന്തോരം ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. അപ്പൊ ഇതേമാതിരി തന്നെ കോൺഗ്രസിന്റെ കൂടെ നിന്നുകൊണ്ട് അവർ എന്തൊക്കെ നേടിയിട്ടുണ്ടോ കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ടാണ്. ഇപ്പൊ ഡബിൾ എഞ്ചിൻ ഇല്ല. അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്നത്. ഡബിൾ എഞ്ചിൻ ഉള്ള കാലത്ത് ഇവരെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് ഇവരെ വളർത്തിക്കൊണ്ട് വലുതാക്കിക്കൊണ്ട് വന്നത് ഈ കോൺഗ്രസ് തന്നെയാണ്. അപ്പൊ കോൺഗ്രസിനോട് അവര് ഒരു പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോ ഇവർ ഇത്ര വില പേശിങ്ങൾ ചെയ്യണമെന്നൊന്നും വലിയ അർത്ഥമുള്ള കാര്യങ്ങളൊന്നുമല്ല. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഓച്ചിറയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ,
രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ലീഗിന്റെ ഈ മൂന്നാം സീറ്റ് പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസിനെയാണോ? നമസ്കാരം. നമസ്കാരം. ഇത് 3 സീറ്റ് കൊടുത്താലും 4 സീറ്റ് കൊടുത്താലും ലീഗ് എത്ര ജയിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്കാണ് നഷ്ടം. ആർക്കും ഇവിടുന്ന് ജയിച്ചു പോയാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല. BJP ആയിരിക്കും അവിടെ ഭരിക്കുന്നത്. പിന്നെ ഇവരവിടെ പോയിരുന്നിട്ട് എന്ത് നേടാൻ? അതങ്ങനെയാണ്. താങ്കൾ ഇപ്പോഴേ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞോ? അത് ഇപ്പോഴേ ഉറപ്പിച്ചു വെച്ചില്ലേ? നിങ്ങളെ പോലുള്ള മാധ്യമപ്രവർത്തകർക്കേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്, മനസ്സിലാവാത്തത്. ബാക്കി എല്ലാവർക്കും ഞങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? പക്ഷെ കേരളത്തിൽ നിന്നല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് സീറ്റ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? കേരളത്തിൽ കിട്ടിയില്ലെങ്കിലും കേന്ദ്രത്തിൽ ഇവര് പോയിരുന്നാലും യാതൊരു ഗുണമില്ലല്ലോ. അതെന്താണ്? കേരളത്തിലെ ഭരണപക്ഷത്ത് പോകുന്ന MLA-മാർക്ക് മാത്രം, MP-മാർക്ക് മാത്രമാണ് പ്രതിപക്ഷത്ത് നിന്ന് പോകുന്നവർ കൂടി അവകാശപ്പെട്ടതല്ലേ ജനാധിപത്യം? ആണ്. പക്ഷെ ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് BJP ആരെങ്കിലും ജയിച്ചു പോലല്ലേ ഗുണമുള്ളൂ. ലീഗ് 3 സീറ്റ് ജയിച്ചു. അപ്പോൾ കേരളത്തിന് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് MP-മാർ വേണ്ട, അവരെല്ലാം ഭരണപക്ഷ പാർട്ടിയിൽ നിന്ന് മതി എന്നാണോ? അങ്ങനെയല്ലോ. ജനാധിപത്യത്തിൽ എല്ലാവർക്കും തുല്യമായ അവകാശമല്ലേ? ഇവരെല്ലാവരും ഒന്നിച്ച് നിന്നാ പോരെ? മുമ്പേ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും ഒന്നിച്ച് നിന്നാ പോരെ? അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ ഈ 2 പാർട്ടികളും രണ്ടായി മത്സരിക്കുകയും രണ്ടുപേരും അധികാരത്തിൽ വരികയും ചെയ്ത പാർട്ടികളല്ലേ? എല്ലാവരും വീതിച്ചെടുത്താ പോരെ? 20 സീറ്റ് ലീഗിന് ഇത്ര, കോൺഗ്രസിന് ഇത്ര, ഇടതുപക്ഷത്തിന് ഇത്ര, CPIക്ക് ഇത്ര, എല്ലാവരും ഒന്നിച്ച് അങ്ങ് മത്സരിച്ചാ പോരെ? അതെന്തിനാണ് അങ്ങനെ മത്സരിക്കുന്നത്? എന്റെ ലോജിക്ക് എന്താണ് മനസ്സിലാവുന്നില്ല. അല്ല, ഇവര് കേന്ദ്രത്തിൽ ചെന്നാലും ഒന്നിച്ചല്ലേ ഇരിക്കുന്നത്? കേന്ദ്രത്തിൽ ഒന്നിച്ചിരിക്കുന്നു കരുതി ഒരു മുന്നണിയിൽ എത്ര പാർട്ടികൾ കാണും? അപ്പോൾ ആ പാർട്ടിക്കാരെല്ലാവരും വ്യത്യസ്തമായിട്ട് മത്സരിക്കുകയും പിന്നീട് അതിനുശേഷം ഒന്നിക്കുകയൊക്കെ ചെയ്യില്ലേ? അങ്ങനെയുള്ള കേരളത്തിന് അങ്ങനെയാണെങ്കിൽ എത്ര പേരെ കോൺഗ്രസ്സുകാരായി ജയിച്ചവരെ BJP-കാർ അവരെ പർച്ചേസ് ചെയ്തുകൊണ്ട് അധികാരം പിടിച്ചിരിക്കുന്നു? അത് നിങ്ങൾ പറയുന്ന, ഞങ്ങൾ പറയുന്നല്ലാതെ പിന്നെ എങ്ങനെയാണ്? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇത് ഉണ്ടായിട്ടില്ലേ? മാധ്യമങ്ങളല്ലല്ലോ പറയുന്നത്. ഭരണത്തിലുള്ള പാർട്ടികളിലോട്ട് മറ്റു കക്ഷികൾ പോകും, അല്ലാതെ അത് പർച്ചേസാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് പറയുന്നത്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വേറെ ആരും പറയത്തില്ല. വേറെ ആരും അല്ലാതെ പിന്നെ എങ്ങനെയാണ്? പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഭരണം പിടിച്ചതും ഭരണം അട്ടിമറിച്ചതും ഒക്കെ എത്രയോ ചരിത്രം നമ്മൾ കണ്ടതാണ്. ശരി, എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വേണുവാണ് ആലുവയിൽ നിന്നും. ശ്രീ വേണു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ലീഗിനൊരു 3-ാം സീറ്റ് നൽകുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമോ? നമസ്കാരം. നമസ്കാരം. ഇതൊന്നും ഒരു ചർച്ചാ വിഷയമായിരുന്ന ഒരു കാര്യമില്ല സാറേ. കാരണം ഇവിടെ കിടന്ന് എന്ത് തലകുത്തി മറിഞ്ഞാലും അവിടെ BJP സർക്കാർ തന്നെ അധികാരത്തിലുള്ളൂ, മോഡി തന്നെ അധികാരത്തിൽ വരും. പിന്നെ ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടിട്ട് കാര്യമില്ല. പക്ഷേ 10 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് പോയവരൊക്കെ ഭരണത്തിന്റെ ഭാഗമായിരുന്നു, കേന്ദ്രം ഭരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആരധികാരത്തിൽ വരുത്തില്ല എന്നുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന വിഷയങ്ങളല്ലേ? ഏകദേശമൊക്കെ നമുക്കറിയാൻ പാടില്ല സാറേ. സാറിന് എന്നെക്കായി കൂടുതൽ അറിയാവുന്ന കാര്യമല്ലേ ആര് അധികാരത്തിൽ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ കിടന്ന് ഒരു സീറ്റിന്റെ കാര്യത്തിൽ 2 സീറ്റ് കാര്യത്തിലേക്ക് അങ്ങോട്ട് തമ്മിൽ ഇത് ചർച്ചയാക്കുന്നത് നല്ലൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ, അത് താങ്കളുടെ അഭിപ്രായം. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ലീഗിന് ഒരു സീറ്റ് കൂടി നൽകുന്നത് രാജ്യസഭയാണോ ലോക്സഭയാണോ? അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം എത്താതെ നിൽക്കുകയാണ്. എന്തായാലും കോൺഗ്രസിനാണ് ഇതിൽ ഏറ്റവും വലിയ തലവേദനയായി നിൽക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് ഒരു പ്രഹേളിക പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ അവരൊക്കെ സംസാരിച്ചിട്ട് ചാനലിൽ കൂടെയൊക്കെ സന്തോഷമായിട്ട് എല്ലാവരും പറഞ്ഞു എല്ലാം തീർന്നു ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇന്ന് മറ്റേ പിന്നെയും തർക്കം തുടങ്ങി. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾ കാണും സാറേ. നിഷ്പക്ഷമായ ജനങ്ങൾ പോട്ടെ. ഇനിയിപ്പോ ഈ വോട്ട് ബാങ്കിലുള്ളവർ വിട്ടേക്ക് രണ്ടിന്റെയും. ഈ നിഷ്പക്ഷമായിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ, ഈ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ്, അവർ കാണുമല്ലോ ഇത് ഇവരുടെ ഈ തമ്മിലല്ലോ. ഇവര് എങ്ങനെ പോയിട്ട് അവിടെ ഭരിക്കും? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മോദി ഉറപ്പാണ്. 10 കൊല്ലം മുമ്പുള്ള കാര്യമൊന്നുമല്ല, 10 കൊല്ലത്തിന് ശേഷമുള്ള ശക്തനായ മോദിയാണ്. ഞാൻ ഒരു മോദി അനുകൂലിയൊന്നുമല്ല. ഇത് പ്രത്യേകിച്ച് എന്താ പറയുക, UDFന് 19 സീറ്റ് കഴിഞ്ഞവർ കിട്ടിയല്ലോ, അതിന്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും വിട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ ആലത്തൂരിലായിരിക്കണേ. ആലത്തൂർ രമ്യ ഹരിദാസ് 1,52,000 വോട്ടിന് ജയിച്ചാണ്. ഇവിടുത്തെ സ്ഥിതി ഇപ്പൊ പരിതാപകരമാണ്. ആ സീറ്റ് പോയി കിട്ടും ഉറപ്പ്. അതേപോലെ മറ്റു ഭാഗത്ത് എനിക്കറിയില്ല, ഉറപ്പ് തന്നെയാണ്. അപ്പൊ എന്തിനാ ഈ തമ്മിൽ തലയോടിച്ച് ഈ പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടാവില്ല അവിടെ. ആ തരത്തിൽ ഇപ്പോഴും ഉള്ളത്. അതാണ് അവിടുത്തെ സ്ഥിതി. ശരി, ഓക്കെ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജിജീഷ് ആണ്. ശ്രീ ജിജീഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് പറഞ്ഞോളൂ ജിജീഷ്, പറഞ്ഞോളൂ. ജിജീഷ്, TV മ്യൂട്ട് ചെയ്യുക, അതിനുശേഷം സംസാരിക്കാം. കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോ പുറത്ത് ജനങ്ങൾ എങ്ങനെ സംസാരിച്ചാലും കോൺഗ്രസും ലീഗും അത് ഇരട്ടകളാണ്. അപ്പൊ അതെന്താ വെച്ചാല് അത് അവര് ഉള്ളിൽ വെച്ച് തീരുമാനിച്ച് അത് രാജ്യസഭ ലീഗിന് കൊടുത്തിട്ട് രാജ്യസഭ ലീഗിന് കൊടുത്ത്
അവിടെ വരും. അത്രേ ഉള്ളൂ. ഈ രാജ്യസഭ കൊടുക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അടുത്ത തവണ ലീഗിന് ഒന്നുകൂടെ കൊടുത്താൽ ലീഗിന് 2, കോൺഗ്രസിന് 1 എന്നാവും. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താന്ന് വെച്ചാല് ലീഗിനെ ഇത് ശരി, താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുണ്ടെന്ന് തോന്നുന്നു. തൃശ്ശൂരിൽ നിന്നും ജോഷി എന്നൊരു പ്രശ്നം കൂടി ചേർന്നുണ്ട്. ശ്രീ ജോഷി, താങ്കൾക്ക് പറയാം. ഈ പ്രാവശ്യം എന്തു വന്നാലും മോദി അധികാരത്തിൽ വരെങ്കിലും കോൺഗ്രസ് സീറ്റുകൾ ഭൂരിഭാഗം പിടിക്കും. ഈ മോദി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം കേരളത്തിൽ UDF-ലെ സീറ്റ്. എന്തിനാണ് സാറേ ഇ.പി. ജയരാജന് ഇത്ര വയറിളക്കം? ഇ.പി. ജയരാജന് ഇത്ര വയറിളകുന്ന കാര്യണ്ടാ? പ്രശ്നത്തിന് ഇ.പി. ജയരാജൻ എന്തിനാ ഇത്ര വയറിളകണ? അതല്ല വിഷയം. നിങ്ങൾ ഇ.പി. ജയരാജൻ എന്ത് പറഞ്ഞില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. UDF-ലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ലീഗിന് 3-ാം സീറ്റ് നൽകുമ്പോൾ കോൺഗ്രസിന് പ്രതിസന്ധിയിലാവുമോ എന്നുള്ളതാണ്. ഇല്ല, കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലാവില്ല. ലീഗിന് അത് അർഹിച്ചിട്ടുണ്ടെങ്കിൽ 3 സീറ്റ് കിട്ടും. ശരി, ഓക്കെ. എന്തായാലും പ്രേക്ഷകർ ഇത്തരം വിഷയത്തിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ ആ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ദയവായി അഭിപ്രായം പറയാൻ ശ്രദ്ധിക്കണം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. റോയ് ആണ് തൊടുപുഴയിൽ നിന്നും. ശ്രീ റോയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പ്രകാശനാണ് ചേർത്തലയിൽ നിന്നും. ശ്രീ പ്രകാശൻ പറയാം. ശ്രീ പ്രകാശൻ കേൾക്കാമോ? ശ്രീ പ്രകാശൻ കേൾക്കാമോ? ശ്രീ പ്രകാശൻ, ഈ ലീഗുമായിട്ടുള്ള സീറ്റ് തർക്കത്തിൽ അവർക്ക് രാജ്യസഭ നൽകാം, ലോക്സഭ നൽകാം എന്നൊക്കെ പറയുകയും അതിനിടയിൽ വലിയ പ്രതിസന്ധികളിലേക്കൊക്കെ കോൺഗ്രസ് നീങ്ങുകയും ഒക്കെ ചെയ്യുകയാണ്. എന്തായാലും തീരുമാനമാവുന്നില്ല. എന്താവും അവസ്ഥ? തീരുമാനം ഉണ്ടാക്കേണ്ടത് ജനങ്ങളല്ലേ സാറേ? ഇവർക്ക് 3 അല്ല 30 സീറ്റ് കിട്ടിയാലും ഒരു പ്രയോജനവും ഇല്ല. ഇവിടുന്ന് കുഞ്ഞാലിക്കുട്ടി ഇവിടുത്തെ MLA സ്ഥാനം രാജിവെച്ച് കേന്ദ്രത്തിലേക്ക് മത്സരിച്ച് അവിടെ ചെന്ന് അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഈ ന്യൂനപക്ഷ സംരക്ഷണം നടത്തിയാണ് ഈ രീതിയിലാക്കിയത്. ഈ ലീഗ് വളർന്നതും അല്ലാതെ ജനങ്ങളെ സംരക്ഷിക്കുകയല്ല ചെയ്തത്. എല്ലാ മുന്നണിയും കോൺഗ്രസ് ഭരിച്ചപ്പോഴും ന്യൂനപക്ഷ പ്രീണനമായിരുന്നു നടന്നത്. ന്യൂനപക്ഷം ജനങ്ങളെ നോക്കിയിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ രീതിയിലുള്ള അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. BJP വളരില്ലായിരുന്നു, കോൺഗ്രസ് ഭരിക്കുമായിരുന്നു. ജനങ്ങളെയല്ല, ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കായിട്ട് കേന്ദ്രീകരിച്ച് ന്യൂനപക്ഷ പ്രീണനമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം നെഹ്റുവിന്റെ കാലത്ത് ഇടതുപക്ഷമായിരുന്നു, CPM ആയിരുന്നു. നെഹ്റു കഴിഞ്ഞാൽ AKG ആണെന്ന് പറഞ്ഞവരാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ന്യൂനപക്ഷങ്ങളെയാണ് അവർ നോക്കിയത്, അല്ല ജനങ്ങളെയല്ല നോക്കിയത്. അങ്ങനെ ജനങ്ങളെ എല്ലാ വിഭാഗം ജനങ്ങളെ നോക്കണ്ടേ? ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിലെ ജനതല വിഭാഗത്തിൽപ്പെടുന്നതല്ലേ? എന്തോ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇന്ത്യയിലെ ജനവിഭാഗത്തിൽപ്പെടുന്നത് ആയിക്കോട്ടെ, ഇവിടെ ജനങ്ങളെയാണ് നോക്കേണ്ടിയിരുന്നത്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ മാത്രം സംരക്ഷിക്കാൻ പോയി പ്രീണനം നടത്തിയത് കൊണ്ടാണ് ഈ രീതിയിലുള്ള അവസ്ഥ വന്നത്. അപ്പൊ ഭൂരിപക്ഷം സംഘടിക്കേണ്ടി വന്നു. ന്യൂനപക്ഷം ഉണ്ടാക്കിയെടുത്തത് ഈ പ്രതിപക്ഷങ്ങളാണ്. കേരളത്തിൽ എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടോ? ഭൂരിപക്ഷ സംഘടന ന്യൂനപക്ഷ സംഘടിക്കുക കേരളത്തിലല്ല, ഇന്ത്യയിൽ മൊത്തം ഉണ്ട്. ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തത് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. കേരളത്തിലെ ഇടതുപക്ഷമാണ് ഇന്ത്യൻ മുന്നണി ഉണ്ടാക്കിയെടുത്തത്. ജനങ്ങൾ സൃഷ്ടിക്കുകയില്ല, ജനങ്ങളെയാണ് സംരക്ഷിച്ചു. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകാം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദ് ആണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പറയാൻ പോവുകയാണ്. പിന്നെ കുറച്ചു മുമ്പ് 5ാം മന്ത്രിയായിരുന്നു. 5ാം മന്ത്രി പറഞ്ഞ് കിട്ടാതെ അവസാനം മരിച്ചുപോയ അഹമ്മദ് സാഹിബ് ഒരു കടലാസ് എടുത്ത് കാണിച്ചു കൊടുത്തു. അതായത് ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്നും പറഞ്ഞാണ്ട് ചെറിയ MLA-മാര്. അപ്പോ 5ാം സീറ്റ് കൊടുത്തു. അപ്പോ അതേപോലെ ഇനിയിപ്പോ ഓർക്ക് അവസാനത്തെ ഒരു പണിയില്ലത് ഇങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറയലാണ്. പിന്നെ അതൊന്ന് കഴിഞ്ഞ് ഇതും കൂടി കേക്ക് സാറേ. പിന്നെ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ അടുത്തുനിന്ന് ഓർക്ക് ആട്ടും തുപ്പേ കിട്ടിയിട്ടുള്ളൂ. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇല്ല കാലം തൊട്ടിട്ട് ചത്ത കുതിരയായിരുന്നു. പിന്നെ സ്പീക്കർ ആകാൻ സമയത്ത് അങ്ങനെ പറയരുത്. കേരളത്തിലെ 2 മുന്നണികൾ നിൽക്കുന്നതിൽ ഒരു പാർട്ടിക്ക് രണ്ടാമത്തെ പാർട്ടിക്ക് പ്രാതിനിധ്യം കൊടുത്തത് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവസരം കൊടുത്തതൊക്കെ പറയുകയാണെങ്കിൽ UDF-ൽ ലീഗിന് കിട്ടിയതുപോലെയാണ്. ലീഗിന് അത്രത്തോളം മെച്ചപ്പെട്ട സ്വാധീനവും പലപ്പോഴും കോൺഗ്രസിന് കേട്ട വലിയ പഴി എന്ന് പറയുന്നത് മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് അല്ല ലീഗാണ് എന്നാണ്. CH മുഹമ്മദ് കോയ സാഹിബിനെ മരിച്ചുപോയ അയാളെ സ്പീക്കറാക്കാൻ വേണ്ടിയിട്ട്
ശരി, ഓക്കെ. താങ്കൾ പഴയ കഥകളൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞാൽ എല്ലാ പാർട്ടികൾക്കും എല്ലാ മുന്നണിയിലും അത്തരം പഴയ കഥകൾ ഒരുപാടുണ്ട്, അത്തരം തർക്കങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകർ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് നടത്തിയത്. ചിലരെങ്കിലും ഇത് കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയെന്നും നേരത്തെ തന്നെ ഇത് പരിഹരിക്കേണ്ടതായിരുന്നു, ഈ അവസാന നിമിഷമല്ല ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് തർക്കത്തിലേക്ക് പോവേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ തർക്കങ്ങളെല്ലാം അനായാസം ഇവർ ഇനി പരിഹരിച്ചു പോവും എന്ന് പറഞ്ഞവരുമുണ്ട്. അവസാനം ഒരേ മുന്നണിയായി ഒരുമിച്ച് മത്സരിക്കും എന്ന് പറഞ്ഞവരുമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.